ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാജില ഷാനുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിനകത്ത് സ്വന്തം മോളുണ്ടെങ്കിൽ ഷാനെതിരെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് കാണിക്കുകയും അതിനെ തുടർന്ന് സ്വന്തം മോളെ പറ്റി പറയുകയും സ്വന്തം ഉമ്മയെ പറ്റി പറയുന്ന ഒരു ഫുൾ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ഇപ്പം നാജില ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ എന്താണ് കാരണം, ഇത് കണക്ക് ഇത് കണക്ക് മെസ്സേജ് ഇടാനൊക്കെ എന്താണ് കാരണം എന്നുള്ളത് ഫുള്ള് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. അതിനു മുമ്പ് ഈ ഒരു നാജില ഷാൻ ആരാണെന്നൊക്കെ അറിയാത്ത, എന്താണ് ഇഷ്യൂ എന്നൊന്നും അറിയാത്തവർക്കുണ്ടെങ്കിൽ നമ്മളത് ആദ്യം തൊട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, എന്തുകൊണ്ട് മോൾ ഇതേ കണക്കുള്ള മെസ്സേജൊക്കെ ഇടുന്നു എന്നുള്ളതൊക്കെ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാജില ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ഫാമിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. അതിൽ മെയിനായിട്ട് ഈ നാജിലയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നാജില ഇപ്പം കല്യാണം കഴിച്ചേക്കുന്ന ഈ ഷാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ രണ്ട് വ്യക്തികളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുമായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും മൂത്ത കുട്ടി ഇപ്പം മെസ്സേജ് അയച്ചു, അതായത് ഇപ്പോഴത്തെ ഭർത്താവിന് ദേഷ്യപ്പെട്ട് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പേര് മസ്റൂറ എന്നാണ്. ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭർത്താവാണ്, പേര് റഹീം എന്നാണ്. പുള്ളിയാണ് ഈ ഒരു കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ അടിയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് പിരിഞ്ഞത്. പിന്നെ വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അതും കഴിഞ്ഞതിന് ശേഷം മൂന്നാമതാണ് ഈ ഒരു ഷാനിനെ കല്യാണം കഴിക്കുന്നത്. ഇതിന് മുമ്പും ഈ ഒരു നാജിലെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറേയധികം വീഡിയോസും കാര്യങ്ങളും ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചും ഫാമിലിയിലെ ഓരോ ദിവസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ്. ആദ്യമേ ഉണ്ടെങ്കിൽ ആദ്യ ഭർത്താവിൻ്റെ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേയധികം പേര് ആദ്യമേ ഈ ഒരു നാജിലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആദ്യ ഭർത്താവ് ഭയങ്കര കുടിയും കുട്ടികളെ കാര്യമൊന്നും നോക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കുറേ ദിവസം ലൈവിലൊക്കെ വന്ന് ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അടുത്ത ജീവിതത്തിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ. അതിന് ശേഷം അടുത്ത ഒരു വ്യക്തിയെ കാണുന്നു, അത് കല്യാണമൊക്കെ ഏകദേശം ആവുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ പോകുന്നില്ലായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു ഷാനുമായിട്ട് ഇഷ്ടത്തിലൊക്കെ ആവുന്നത്. ആ ഒരു സമയത്ത് ഈ മൂന്നാമത് ഇതേ കണക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാജിലെ പറ്റി നിൻ്റെ ജോലി ഇത് തന്നെയാണോ, നീ ഇത് തന്നെയാണോ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു ഷാനിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു വ്യക്തി മേലായിട്ട് കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ കുടിക്കുന്നവരെയൊക്കെയാണോ കണ്ടുപിടിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങളെ വരത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷാനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഷാനിൻ്റെ ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരുന്നു ഈ ഒരു നാജിലയുടെ ഉമ്മയ്ക്കൊന്നും ഈ ഒരു ഷാനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഈ ഒരു നാജിലയുടെ ഉമ്മയും തമ്മിൽ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു നാജില ഉണ്ടെങ്കിൽ കുറേയധികം വീഡിയോസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉമ്മയ്ക്കെതിരെ. ഉമ്മയ്ക്കുണ്ടെങ്കിൽ പണം ഇല്ലാത്തതുകൊണ്ട് നമ്മളെയൊന്നും വേണ്ട, ഉമ്മ ഉണ്ടെങ്കിൽ ഭയങ്കര എൻ്റെ ഭർത്താവിനെ പറ്റി അനാവശ്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് ലൈവിലൊക്കെ വന്നിട്ട് ഇതേ കണക്ക് ഉമ്മയെ പറ്റി കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മയുടെ കുറേയധികം വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഈ നാജിൽ അത്ര നല്ല ആളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് നാജിലയും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം മോളെ പറ്റി ഇതേ കണക്ക് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് തരം അമ്മയാണ്, ഞാനൊക്കെ ചെറുപ്പം തൊട്ട് കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ, അതിനെല്ലാം കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നാജില തിരിച്ചും നാജിലയുടെ ഉമ്മയ്ക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കുറേയധികം പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷാനും നിന്നെ വിട്ടിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നാജില പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഞങ്ങളൊന്നും പിരിയത്തില്ല, ഞങ്ങൾ സ്നേഹത്തോടെ തന്നെയാണ് പോകുന്നത്, ആകെ ഇത്തിരി കുടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നല്ലൊരു വ്യക്തിയാണ് ഷാൻ എന്നുള്ള രീതിയിൽ ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ നാജില തന്നെ വീഡിയോസായിട്ട് വരാൻ തുടങ്ങി. ഈ ഷാനുണ്ടെങ്കിൽ കുടിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നു, നമ്മുടെ മക്കളെയൊക്കെ അടിക്കുന്നു, ഇതേ കണക്കുള്ള കാര്യവും പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു, ഇതൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ, നീയല്ലേ കേൾക്കാഞ്ഞേ,
നീ അന്ന് കുടിയനായിട്ടുള്ള ആളെ തന്നെ കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേ നാളുകളായിട്ട് ഈ ഒരു ഷാനെതിരെ വീഡിയോസ് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ അത്ര നല്ലതൊന്നുമല്ല, എപ്പോൾ നോക്കിയാലും കുടിയും കാര്യങ്ങളുമാണ്, ജോലിക്ക് ഒന്നും തന്നെ പോകത്തില്ല, എൻ്റെ പൈസയ്ക്കാണ് അവനെല്ലാം നടക്കുന്നത്, ഇവൻ്റെ ഉമ്മയാണെങ്കിലും ഉമ്മയുടെ ചിലവെല്ലാം ഞാനാണ് നോക്കുന്നത്, ഇവൻ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ കുടി മാത്രമേ ഉള്ളൂ, അവനെ കുടിക്കാൻ അനുവദിക്കുന്നത് അവൻ്റെ ഉമ്മ തന്നെയാണ്, വല്ല കാശും കാര്യങ്ങളൊക്കെ ഉമ്മ ഒളിച്ചു കൊടുക്കും, അത് പോയി കുടിക്കുകയും ചെയ്യും. കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്വഭാവമാണ്, നമ്മളെടുത്ത് ഉപദ്രവിക്കാൻ വരുമോ, കുട്ടികളെ അടിക്കാൻ വരുമോ, ഇനി അവൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ നാജിൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം വീഡിയോ ഇട്ട് പിന്നെ ഇതേ കണക്ക് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, ഇവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഈ സമയത്ത് എന്നെ ഷാനും വേറൊരു ചാനലിൽ നിന്ന് ഓപ്പോസിറ്റ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. ആ സമയത്ത് കുടിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു നാജിലയ്ക്ക് ഇപ്പം എന്നെ വേണ്ട, ഉമ്മ വന്നതോടെ എന്നെ വേണ്ടതായി, ഉമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, ഈ നാജിലയുടെ ഉമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഇപ്പം നാജിലയുടെ കൂടെ ഈ ഒരു ഉമ്മ വന്നതോടെ ഇപ്പം എന്നെ ഒന്നും ആവശ്യമില്ല, വേറെ കല്യാണം കഴിക്കാനൊക്കെ ഉള്ള പ്ലാനാണ് എന്നുള്ള രീതിയിലൊക്കെ ഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ഷാൻ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാജിലെ അനുവദിക്കില്ല വേറെ കല്യാണം കഴിക്കാൻ, അങ്ങനെ വല്ലതും പോവുകയാണെങ്കിൽ ഞാൻ ഇതിനെ എതിർക്കും, അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും എന്നുള്ള രീതിയിൽ ഈ നാജിലയ്ക്കെതിരെ ഷാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 2-3 ലൈവൊക്കെ ഇങ്ങനെ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു നാജില പറയുന്നൊരു കാര്യം, ഇനി അവനെ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട, ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യവും ചെയ്യാതെ നടക്കുന്ന ഇവനെയൊക്കെ എന്തിനാണ് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ട് നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ഷാൻ അപ്പുറത്ത് പറയുന്നുണ്ടായിരുന്നു, ഇവളുണ്ടെങ്കിൽ പോകാൻ കാരണം ഇവളുടെ ഉമ്മയാണ്, അവരാണ് വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്, ഞാനുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് അവരെ ഒന്നും ചെയ്യാതൊക്കെ ഇരുന്നതാണ്, ഇവളുണ്ടെങ്കിൽ ഇപ്പം വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള പ്ലാനാണെന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോസ് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്കാർ കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, ഇതൊക്കെ കുറച്ച് കാലത്തേന് മാത്രമേ ഉള്ളൂ, ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്നിക്കും, ഇതൊക്കെ ചുമ്മാതെ ആൾക്കാരെ കാണിക്കാനും വെറുതെ വീഡിയോസൊക്കെ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നാജില പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇല്ല ഞങ്ങൾ ഒരിക്കലും ഒന്നിക്കുകയൊന്നുമില്ല, ഇത് എൻ്റെ അവസാന തീരുമാനമാണ്, അവനെ ഇനി എൻ്റെ കുട്ടിയൊക്കെ അച്ഛനായിട്ട് വേണ്ട, ഞാൻ ഇവരെ നോക്കിക്കോളാം, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാനുണ്ടെങ്കിൽ ആ കുട്ടിയെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ഷാൻ ഇതേ കണക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് എനിക്ക് കുട്ടികളെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ ഒരു നാജില കുറേയധികം കള്ളങ്ങളൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാജില ആ സമയത്ത് ലൈവിൽ വന്നിട്ട്, ഇപ്പം എനിക്ക് ചികിത്സയ്ക്ക് പോലും പൈസയും കാര്യങ്ങളും ഒക്കെ അല്ലേ, എല്ലാവരും വന്ന് സഹായിക്കണം എന്നുള്ള രീതിയിൽ വന്ന് ഓരോ ദിവസം വന്ന് ലൈവിലൊക്കെ പറഞ്ഞു ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ചെക്കപ്പിന് പോയി, കുഞ്ഞിനെ കളയണോ വേണ്ടയോ എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതെല്ലാം തീരുമാനിക്കുന്നത് ഇനിയാണ്, എനിക്കിപ്പം തോന്നുന്നു കളയണം എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം ലൈവ് വരുമായിരുന്നു. ആൾക്കാർ വന്നിട്ട് നിനക്ക് ചെയ്യണമെങ്കിൽ നീ ചെയ്യ്, നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും വലിയ രീതിയിൽ നാജില മറുപടിയായിട്ട് ഇടുന്നില്ലെങ്കിൽ പോലും ഓരോ ദിവസം ഇത് തന്നെ ഇങ്ങനെ ഓരോ വീഡിയോയിൽ വന്ന് റിപ്പീറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനുണ്ടെങ്കിൽ ഈ നാജില പതുക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഞാനും ഇനി ഷാനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം ഒത്തുതീർന്നിട്ടുണ്ടെങ്കിൽ ഇത് സോൾവ് ആക്കാനും ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ പതുക്കെ കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്, ഇപ്പം ഷാനുണ്ടെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇതേ കണക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഷാനുമായിട്ട് ഒരുമിച്ചുള്ള വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. ഇപ്പം ഷാൻ നേരെയാണ്, കുടിക്കുന്നതൊന്നുമില്ല, ഞങ്ങളുടെ കാര്യം നോക്കാമെന്ന് പറയുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇടാൻ തുടങ്ങി, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, നീയല്ലേ പറഞ്ഞ് നിങ്ങൾ ഒന്നിക്കത്തില്ലെന്ന്, എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇടാൻ തുടങ്ങി. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു നാജിലയുടെ മൂത്ത മോള് മസ്റൂറ, ആദ്യ ഭർത്താവിലുള്ള ആ ഒരു മോളുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഈ പോകുന്നതിൻ്റെ കാരണം ഉണ്ടെങ്കിൽ ഈ നാജില പറയുന്നില്ലായിരുന്നു. മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നാജിലയുടെ ഉമ്മയെടുത്ത് പോയി നിൽക്കുവാണ്, വെക്കേഷനൊക്കെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മെയിനായിട്ട് അങ്ങനെ അല്ലായിരുന്നു. ഈ ഒരു മസ്റൂറ പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് നാജിലയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഷാൻ കുടിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ഈ നാജില ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ
ഷാൻ ഉണ്ടെങ്കിൽ ഒരു ദിവസം കുടിച്ചിട്ട് വന്നിട്ട് ഈ കൊച്ചിനെ എടുത്തിട്ട് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമേ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന സമയത്ത് നാജില പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഷാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. പിന്നെ കുറേയധികം വോയിസ് ക്ലിപ്പും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നാജില പറയുന്നത് അതേ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് അപ്പം കഴിഞ്ഞ കാര്യമല്ല, ഇപ്പം അവൻ നല്ലവനായിട്ടുണ്ട്, ഇനി എന്തിനാണ് മോൾ ഇത് കണക്ക് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് ആ ഒരു നാജില തന്നെ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഷാൻ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാവരെയും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പേടിച്ചാണ് ഈ ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് പോയത്. അതിനുശേഷം ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നാജില, പക്ഷേ അതൊന്നും നടന്നിട്ടില്ലായിരുന്നു. കുട്ടി ഉണ്ടെങ്കിൽ നാജിലയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ തന്നെയാണ് നിൽക്കുന്നത്, അവിടെ തന്നെ ആയിരുന്നു ആ ഒരു സമയത്ത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ നാജില കുറേയധികം വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് മോക്കിപ്പം തന്നെ വേണ്ട, ആദ്യ ഭർത്താവ് റഹീം ഉണ്ടെങ്കിൽ ഇപ്പം മോളെ ആവശ്യമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ പോകാനുള്ളതൊന്നും ഞാൻ അനുവദിക്കത്തില്ല, കാരണം അവൻ കുടിയും കാര്യങ്ങളാണ്, വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, മോളെ വിട്ട് കഴിഞ്ഞാൽ അവൻ എങ്ങനെ നോക്കുമെന്നൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിറ്റേന്ന് വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഉമ്മയോ ഉപ്പയോ ഒന്നും എന്നെ അറിയാതെ തന്നെ ഈ ഒരു മോളെ ഉണ്ടെങ്കിൽ റഹീമിനെ കാണിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിച്ച് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറേയധികം വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും മോളെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷാൻ ഉണ്ടെങ്കിൽ രാത്രി മെസ്സേജ് അയച്ചേക്കുന്നു, ഇത് കണക്ക് നീ എനിക്ക് മെസ്സേജ് അയക്കേണ്ട, ചീത്തയൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു ആ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തു വെച്ചിട്ടാണ് ഇത് കണക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാജിലയ്ക്കെതിരെയും കുറേയധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വാങ്ങിച്ച സ്വർണ്ണവും കാര്യങ്ങളും, എൻ്റെ സ്വർണ്ണമൊക്കെ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു വീഡിയോയുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നാജില പറയുന്നത് ഇതെല്ലാം നാജിലയുടെ ഉമ്മ മോളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, ഇപ്പോൾ പൈസയുടെ ആവശ്യമുണ്ട്. നാജിലയുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മസ്റൂര മൂത്ത മോളെ അവർ തന്നെ നോക്കിക്കോളാം, നിൻ്റെ പൈസയൊന്നും ആവശ്യമില്ലെന്ന്. പക്ഷേ ഇപ്പം പൈസ ചോദിച്ച് ഈ മോളെ കൊണ്ട് തന്നെ മെസ്സേജ് അയപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഷാനെതിരെ ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇടേണ്ട കാര്യമുണ്ടോ, എന്താണ് ഇവളിങ്ങനെ ചെയ്യുന്നത്, ഇനി എൻ്റെ മോളല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നാജില ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമ്മയ്ക്കെതിരെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ സംസാരിക്കുന്നത്. മോളെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുന്ന അവരാണ്, അവർ വിചാരിക്കുന്ന എൻ്റെ കയ്യിൽ എന്തോ വലിയ പൈസയൊക്കെ ഉണ്ട് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ഈ ഒരു മോക്കെതിരെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് കുറേയധികം പേര് കമൻസിൽ ഇടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷാനിൻ്റെ കൂടെ ജീവിക്കാൻ മോൾക്ക് താല്പര്യമൊന്നുമില്ല, പിന്നെ എന്തിനാണ് നീ ഇത് കണക്ക് മെസ്സേജ് ഈ ഒരു ഷാൻ്റെ ഫോണിൽ നിന്നൊക്കെ അയക്കുന്നത്, അതുകൊണ്ടായിരിക്കും മോൾ ഇത് കണക്ക് റിയാക്ട് ചെയ്യുന്നത്. നിനക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു ഷാനും ഈ ഒരു മോൾക്ക് പേടി ഉണ്ടാക്കുന്ന രീതിയിൽ ഷാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ആ പെൺകുട്ടിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഷാൻ്റെ ഭാഗത്തുനിന്ന് എന്തോ വലിയ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും മെസ്സേജ് കാണുന്ന സമയത്ത് ഇതേ കണക്ക് ചീത്ത വിളിച്ചുകൊണ്ട് ഷാനെതിരെ സംസാരിക്കണമെങ്കിൽ ഷാൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് സത്യം. അതിൽ മാറ്റമൊന്നും പറയാൻ പറ്റില്ല. അതേ കണക്ക് ഈ ഒരു നാജില തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ട് വന്നിട്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ആ ഒരു ട്രോമയൊക്കെ ആ ഒരു കുട്ടിക്ക് കാണും. അപ്പോഴത്തേനും ആ കുട്ടിക്ക് ഇത് കണക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്ത് വരാൻ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോഴത്തേനും ആ കുട്ടിയെടുത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഇടപെടുന്നതോ ഒക്കെ നോക്കിയും കണ്ടുമൊക്കെ വേണം. അല്ലാതെ ആ കുട്ടിയെ വന്ന് ഇതേ കണക്ക് കുറ്റം പറയും, അത് സ്വന്തം ഉമ്മ തന്നെയാണ് വന്ന് കുറ്റം പറയുന്നത്. ഇതുപോലെ ബാക്കി കുട്ടികളും ഇവരെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇനി വലുതാകുമ്പോൾ അവരെന്തൊക്കെ പറഞ്ഞുകൊണ്ട് വരും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പോഴീ ഒരു മോൾക്കെതിരെ ഉമ്മയ്ക്കെതിരെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു നാജില വീഡിയോ ഇട്ടേക്കുന്നത്.